ഹലോ മക്കളെ, അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി ഞാൻ അതിന് പറഞ്ഞുതരാം. നമ്മൾ 3rd ചാപ്റ്ററും 5th ചാപ്റ്ററും വളരെ പെട്ടെന്ന് പഠിക്കുന്നു. യെസ്, കൂടെ പഠിക്കാം. എന്താ പരിപാടി? കൂടെ പഠിക്കുക കേട്ടോ. കൂടെ പഠിക്കുക. ഞാൻ പഠിക്കാൻ പറയുന്ന ഭാഗങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അപ്പം തന്നെ പഠിക്കുക കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഈ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ 3rd ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ, ദി വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്നുള്ള പാഠമാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ മക്കളെ, നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ പാഠങ്ങൾ എന്ത് ചെയ്യണം, അടുക്കുകളായിട്ട് ഇങ്ങനെ ഹെഡിങ്ങുകൾ കയറ്റി വെക്കണം. അതിൻ്റെ താഴെ മറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യണം, ഇങ്ങനെ കയറ്റി ലൈബ്രറി മാതിരി സൂക്ഷിക്കുന്നത് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്നുള്ള പാഠത്തിൽ ഒന്നാമത്തെ ഹെഡിങ് ആദ്യം ഇങ്ങോട്ട് പഠിക്കുക, പ്രകാശ പ്രകീർണനം. എന്താണ്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ പ്രകീർണം എന്നുള്ളതാണ്. സോ ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. യെസ്, കൃത്യമായിട്ടൊന്ന് നോക്കുക. എന്താണ് മക്കളെ ഇവിടെ കാണാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകാശ പ്രകീർണനം, ദാറ്റ് ഈസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിൽ നിങ്ങൾ പഠിക്കുന്നത് ഈ ഫിഗർ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഫിഗർ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഫിഗർ മനസ്സിലാക്കുക. അതിൽ നോക്കുക, സൺലൈറ്റ് ആണ് നമ്മൾ എങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. നോക്കുക, സൺലൈറ്റ് അടിച്ചു കൊടുക്കണോ, എങ്ങനെ അടിച്ചു കൊടുക്കണോ? ഒരു പ്രിസത്തിലേക്ക് നമ്മൾ സൺലൈറ്റ്, സൂര്യപ്രകാശം അടിച്ചു കൊടുക്കണോ. അപ്പോൾ നമുക്കറിയാം സൺലൈറ്റിലുള്ള കളേഴ്സ് നിങ്ങൾ പഠിച്ചതാണ്. സൺലൈറ്റ് കളേഴ്സ് നിങ്ങൾക്ക് അറിയാം. വിബ്ജിയോർ അല്ലേ? വിബ്ജിയോർ എവിടെ എഴുത്തൊക്കെ എവിടെ? യെസ്, വിബ്ജിയോർ അറിയില്ലേ? യെസ്, വിബ്ജിയോർ നമുക്ക് അറിയാം അല്ലേ? വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ വയലറ്റ് ആണ് മക്കളെ ഏറ്റവും കൂടുതൽ. കണ്ടോ, ഈ വയലറ്റ് ഇങ്ങനെ എത്ര ഡീവിയേഷൻ വന്നിട്ട് ഏറ്റവും താഴെ ആരെ വരുന്നത്? വയലറ്റ് ആണ് വരുന്നത്. ഏറ്റവും മുകളിലാണ് വരുന്നത് റെഡാണ് വരുന്നത്. ഇതിൻ്റെ റീസൺ ചോദിക്കും മക്കളെ, ഇതിൻ്റെ റീസൺ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വയലറ്റ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചു? കണ്ടോ, ഇങ്ങനെ പോകേണ്ട വയലറ്റ് ഇത്രയും ഒടിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ ആണോ? കണ്ടോ, റെഡ് അങ്ങനെയല്ല, റെഡ് അത്ര ഇങ്ങോട്ട് ഒടിയുന്നില്ല. ഓക്കെ, സിമ്പിളായിട്ട് പറയാൻ കേട്ടോ, സമയം കുറവാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന് റീസൺ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ എഴുതി വെക്കേണ്ടത്? ദാറ്റ് ഈസ് വേവ് ലെങ്ത്, തരംഗദൈർഘ്യമാണ് മക്കളെ. തരംഗദൈർഘ്യം ഏറ്റവും കുറവായിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വയലറ്റിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറവ് അല്ലേ? ഓക്കെ, വയലറ്റ് ഇതിങ്ങനെ പോവുക. ബട്ട് റെഡ് എങ്ങനെ പോവുക? റെഡ് ഇതിങ്ങനെ. അപ്പോൾ തരംഗദൈർഘ്യം ദാറ്റ് ഈസ് ഈ സാധനം, ഈ ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസ് ആർക്ക് കൂടുതലാണ്? റെഡിന് കൂടുതലാണ്. അപ്പോൾ റെഡിന് അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഡീവിയേഷൻ, ഏറ്റവും കുറഞ്ഞ വ്യതിയാനം സംഭവിക്കുന്നത്. ഈ റീസൺ എഴുതി വെച്ചുകൊണ്ട് മക്കൾ എന്നോടത്തെ പോയിന്റ്, വയലറ്റിന് ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് അതിൻ്റെ തരംഗദൈർഘ്യം, ദാറ്റ് ഈസ് വേവ് ലെങ്ത് കുറവായതുകൊണ്ടാണ്. സോ നോട്ട് ചെയ്ത് വെക്കുക, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ വേവ് ലെങ്ത്തിൻ്റെ ഒരു ഓർഡറാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവെന്ന് അറിഞ്ഞാൽ മതി, അതിൻ്റെ ഓർഡർ അറിഞ്ഞാൽ മതി. സോ ആ ടോപ്പിക്ക് പ്രധാനമായിട്ടുള്ളത് അതാണ്. സോ നോക്കുക, ഇതിൽ നമ്മുടെ സൺലൈറ്റ്, അത് ഒന്നിൽ കൂടുതൽ കളറുകൾ കൂടി ചേർന്നിട്ട് അതിൻ്റെ കളറാണ് സൺലൈറ്റ്. സൺലൈറ്റ് നമ്മൾ എന്താ വിളിക്കുക? കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ സോ കോമ്പോസിറ്റ് ലൈറ്റ് എന്താ? ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ് അല്ലേ? അതായത് വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് എന്ത്? സമന്വിത പ്രകാശം. ഓക്കെ, എങ്ങാനും ചോദിച്ചാൽ എഴുതി വെക്കണം മക്കളെ. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. നമ്മൾ പഠിച്ചതാണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഈസ് ദി ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ്. ഓക്കെ ആണോ? പോസ് ചെയ്ത് ഇപ്പം തന്നെ പഠിക്കുക, സെറ്റ് ആക്കുക. ക്ലിയർ ആണല്ലോ? ഫിഗറും ക്ലിയർ, ഡെഫിനിഷനും ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പോകാം. ദാറ്റ് ഈസ് റെയിൻബോ, മഴവില്ല്. മക്കളെ, അടുക്കാക്കി വെച്ച ഫസ്റ്റത്തെ അടുക്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഫസ്റ്റത്തെ എന്താ നമ്മൾ കയറ്റി വെച്ചത്? ചാപ്റ്ററിൻ്റെ പേര് അങ്ങോട്ട് കയറ്റി വെക്കുക. മൂന്നാമത്തെ പാഠം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം, ദാറ്റ് ഈസ് വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ദെൻ ഫസ്റ്റത്തെ അടുക്ക് നമ്മൾ അടുക്കി വെച്ചു, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രകീർണനം. അതിൻ്റെ താഴെ ഫിഗർ, അതിൻ്റെ താഴെ ഡെഫിനിഷൻ. സെറ്റാണല്ലോ? പോസ് ഇത് ഇപ്പം തന്നെ പഠിക്കുക, എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ഹെഡിങ് മഴവില്ല്, റെയിൻബോ. മക്കളെ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഫിഗർ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗേഴ്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സൺലൈറ്റ്, സൂര്യപ്രകാശം, നമ്മുടെ ഒരു ജലകണിക, ഒരു വെള്ളത്തുള്ളി, മനസ്സിലായോ? വെള്ളത്തുള്ളിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വെള്ളത്തുള്ളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ആ കയറുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ അതിനൊരു എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലേ? അവിടെ ഒരു വ്യതിയാനം സംഭവിക്കുന്നത്. ഏത് വ്യതിയാനം? ഡിസ്പേർഷനാണ്. ഓക്കെ, അതായത് പ്രകീർണനാണ് അവിടെ നടക്കുന്നത് അല്ലേ? ഓക്കെ, ദെൻ ഇവിടെ ഒരു ആന്തര പ്രതിപതനം കണ്ടോ? അവിടെ തട്ടിയിട്ട് അങ്ങോട്ട് പുറത്ത് പോകണില്ല, തിരിച്ച് തട്ടി ഇങ്ങോട്ട് തന്നെ വരികയാണ്. സോ അവിടെ ഒരു ആന്തര
പ്രതിപതനം നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കേട്ടോ, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ വീണ്ടും ഒരു ഡിസ്പേർഷൻ, പ്രകീർണനം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 3 പ്രതിഭാസം, 3 സംഭവങ്ങൾ ആ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ നടന്നിട്ടാണ് പിന്നെ ഈ ലൈറ്റ് എന്ത് ചെയ്യണത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നോക്കിയേ, ആ ഉള്ളിലേക്ക് വന്ന സൺലൈറ്റ് അല്ലേ, നമ്മുടെ സൺലൈറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സായിട്ട്, അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോണത്. ഓക്കെ, മക്കളെ ഒറ്റ വാക്കിന് ചോദിക്കണം, വാട്ട് ഈസ് ദി റീസൺ ഫോർ റെയിൻബോ? റെയിൻബോക്കുള്ള കാരണം എന്താണെന്ന് ഒറ്റ വാക്കിന് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട്? ദാറ്റ് ഈസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രകീർണനം എന്നാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്, ഒരു ജലത്തുള്ളിക്ക് അകത്തി എന്തൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ, ശ്രദ്ധിക്കുക. ഇവിടെ നടന്നത് എന്തൊക്കെയാണ്? ഓക്കെ, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ വേണമെങ്കിൽ അപവർത്തനം, റിഫ്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയട്ടോ. ഞാൻ പറഞ്ഞല്ലേ, റിഫ്രാക്ഷൻ്റെ സ്പെഷ്യൽ കേസാണ് ഡിസ്പേർഷൻ അല്ലേ, പ്രകീർണനം. ഓക്കെ, റിഫ്രാക്ഷനിൽ കളറുകൾ, ഒരു കോമ്പോസിറ്റ് ലൈറ്റ് അതിൻ്റെ കോൺസ്റ്റന്റ് കളറായിട്ട് മാറണമെങ്കിൽ അതിനെ പ്രത്യേകം എടുത്ത് പറയുന്ന പേരാണ് എന്ത്, പ്രകാശത്തിൻ്റെ പ്രകീർണനം അല്ലേ, ദാറ്റ് ഈസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 പ്രതിഭാസങ്ങൾ, 3 പരിപാടികൾ, 3 ഫിനോമിന അവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റിനുള്ളിൽ നടക്കുന്നുണ്ട്. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, ഫിഗർ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ, യെസ്, അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പോസ് ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, എ റേ ഓഫ് സൺലൈറ്റ് പാസിംഗ് ത്രൂ എ വാട്ടർ ഡ്രോപ്ലെറ്റ്, ഒരു വെള്ളത്തുള്ളിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന സൺലൈറ്റിന് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ട്വൈസ് ആൻഡ് ഇന്റേണൽ റിഫ്ലക്ഷൻ വൺസ്, 2 വട്ടം റിഫ്രാക്ഷൻ നടക്കുന്നു കേട്ടോ. ഞാൻ ഡിസ്പേർഷൻ എന്നാണ് നേരത്തെ പറഞ്ഞത്, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, ബട്ട് റിഫ്രാക്ഷൻ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ 2 വട്ടം റിഫ്രാക്ഷൻ നടക്കുന്നു, ഉള്ളിലൊരു ഇൻറ്റേർണൽ റിഫ്ലക്ഷനും നടക്കുന്നു. എ റെയിൻബോ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഒരു റെയിൻബോ, ഒരു മഴവിലുണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പ്രകീർണനത്തിൻ്റെയും പ്രകീർണനത്തിൻ്റെയും ആന്തര പ്രതിപതനത്തിൻ്റെയും അതുപോലെ തന്നെ അപവർത്തനത്തിൻ്റെയൊക്കെ സമന്വിത ഫലമായിട്ടാണ്. ഇത് ഇവിടെ പോസ് ചെയ്ത് ഇവിടെ തന്നെ പഠിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക. സോ 2ാമത്തെ ഹെഡിങ് നമ്മളിവിടെ കയറ്റി വെച്ചു. ഇവിടുന്ന് എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് റീസൺ ഫോർ റെയിൻബോ, റെയിൻബോയുടെ റീസൺ തന്നെയാണ് കേട്ടോ. 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ വാട്ടർ ഡ്രോപ്ലെറ്റ്, വെള്ളത്തുള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു വെച്ചാൽ അതും കൃത്യമായിട്ട് എഴുതി വെക്കണം. സോ 2ാമത്തെ ഹെഡിങ് നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ 3ാമത്തെ ഹെഡിങ്ങിലേക്ക് നോക്കാം. ദെൻ സിമ്പിൾ, വർണ്ണങ്ങളുടെ പുനഃസംയോജനം, റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. സിമ്പിൾ ടോപ്പിക്കാണ്, ഒന്നുമില്ലടാ പഠിക്കാൻ, വളരെ സിമ്പിൾ. ഇതൊക്കെ എന്തിനാ അല്ലേ, സിമ്പിൾ. ഓക്കെ, ഒന്നുമില്ല. നിങ്ങളിതാ ഇവിടെ ഒരു കോമ്പോസിറ്റ് ലൈറ്റ് കടത്തിവിടുന്നു അല്ലേ, എങ്ങോട്ട് കടത്തിവിടുന്നു? ഫസ്റ്റത്തെ പ്രിസത്തിലേക്ക്, നേരെ നിൽക്കുന്ന പ്രിസത്തിലേക്ക് കടത്തിവിടുന്നു. സോ നമുക്കറിയാം, നമ്മുടെ കോമ്പോസിറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സായിട്ട് എന്ത് ചെയ്യും, വേർതിരിയും. അങ്ങനെ വേർതിരിഞ്ഞു. ബട്ട് ഇവിടെ തലകുത്തനെ ഒരു പ്രിസവും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? തലകുത്തനെ വെച്ച പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ വീണ്ടും ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് വീണ്ടും ഒന്നായിട്ട് എന്തായി, കോമ്പോസിറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ മാറി. എടാ ഇവിടുന്ന് ഇത്രേ പഠിക്കാനുള്ളൂ. എടാ മക്കളെ, ഈ ഘടകവർണ്ണങ്ങളുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് വീണ്ടും കൂടി ചേർന്നാൽ എന്തെന്നായിട്ട് മാറാൻ പറ്റും? അതിൻ്റെ എന്തായിട്ട് മാറാൻ പറ്റും? കോമ്പോസിറ്റ് ലൈറ്റിനായിട്ട് മാറാൻ പറ്റും കേട്ടോ. അതിലൊരു സംശയമില്ല, വളരെ സിമ്പിൾ ടോപ്പിക്കാണ് കേട്ടോ. യെസ്, അപ്പോൾ താഴെ എഴുതിയ ഡയലോഗ് ഞാനൊന്ന് വായിക്കുകയാണ് മക്കളെ. ദി റേസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്രം ദി ഫസ്റ്റ് പ്രിസം അണ്ടർഗോസ് എ ഡീവിയേഷൻ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബൈ ദി സെക്കൻഡ് പ്രിസം. അതായത് 1ാമത്തെ പ്രിസത്തിൽ നടന്നതിൻ്റെ എതിര്, അതായത് ഓപ്പോസിറ്റ് നടന്നുകൊണ്ടാണ് മക്കളെ 2ാമത്തെ പ്രിസത്തിലെത്തിയപ്പോൾ ആ ലൈറ്റ് വീണ്ടും കൂടി ചേർന്നത്. ദിസ് റിസൾട്ട് ഇൻ ദ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് ഓൺ ദി വാൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റ് ലൈറ്റാണ് വിട്ടത്, വെള്ള കളർ ലൈറ്റ്, സമന്വിത പ്രകാശം എല്ലാം കൂടെ കൂടിയാൽ എന്താവും, വെള്ള കളറാവും. തിരിച്ച് വന്നപ്പോഴും വെള്ള കളറാണ് കിട്ടിയത്. സോ ആ ഒരു സാധനം മനസ്സിൽ വെച്ചാൽ മതി, അത്ര എടങ്ങാറാക്കണ ഒരു ടോപ്പിക്കൊന്നും അല്ലത്. ഓക്കെ, അപ്പോൾ 3ാമത്തെ ഹെഡിങ്ങും നമ്മൾ എന്ത് ചെയ്തു, സെറ്റാക്കി. ദാറ്റ് ഈസ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം, റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ എത്തുന്നത്. ദാറ്റ് ഈസ് വൈദ്യുത കാന്തിക സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം പറയട്ടെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, കൂടെ വെക്കുക. ഓക്കെ, എന്നിട്ടിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് കൂടെ വേണം കേട്ടോ. സോ ഹെഡിങ് നോക്കുക, വൈദ്യുത കാന്തിക സ്പെക്ട്രം, ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ സൺലൈറ്റ് അല്ലേ, സൂര്യപ്രകാശത്തിൽ നമ്മുടെ വിസിബിൾ ലൈറ്റ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന
കളേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് വെളിച്ചം മാത്രമല്ല ഉള്ളത്, വിസിബിൾ അല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവന്മാരുടെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നമ്മൾ പറയാം. ഓക്കെ, ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ മലയാളം ഞാൻ തൽക്കാലം ഈ ഒരു സ്ലൈഡ് മലയാളം ഇട്ടിട്ടില്ല, ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിക്കുക. Solar radiations reach the Earth atmosphere after traveling an average distance of 150 million kilometers through air and vacuum. ഓക്കെ, ശ്രദ്ധിക്കുക, എയറിലൂടെയും വാക്വത്തിലൂടെ ഒക്കെ 150 മില്യൺ കിലോമീറ്റർ കടന്നിട്ടാണ് എന്ത് എത്തുന്നത്, സോളാർ റേഡിയേഷൻ എത്തട്ടെ, അത് കാണാതെ പഠിക്കുന്നു വേണ്ട, എത്തട്ടെ. ഓക്കെ, ദെൻ ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽസ് ത്രൂ ദി എയർ ഈസ് നെഗ്ലിജിബിൾ സ്മാൾ കമ്പയർഡ് ടു ദി വാക്വം. ഓക്കെ, വാക്വത്ത് കൂടെ കുറേ ദൂരം പോന്നിട്ടാണ് ഇത്തിരി ഡിസ്റ്റൻസ് എയർ കൂടെ വരുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാമെന്നാണ് പറയണത്. ഓക്കെ, ഒന്നും വേണ്ട. Solar radiations contain visible light, infrared radiation, ultraviolet radiation, etc. സോളാർ റേഡിയേഷൻ എന്തൊക്കെ ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ എന്തുണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് അത് നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, അത് ട്രാവൽ ചെയ്യുന്ന വാക്വത്തിലൂടെ അവർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് കേട്ടോ. ഓക്കെ, ആ സ്പീഡൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ മനസ്സിലൊന്ന് കയറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ സ്പീഡിൽ നമ്മുടെ വിസിബിൾ ലൈറ്റിനെയും അതുപോലെ തന്നെ കാണാൻ പറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ മലയാളത്തിലുള്ള സാധനം ഈ പാരഗ്രാഫ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഇംഗ്ലീഷും എന്ത് ചെയ്യുക വായിച്ചു നോക്കുക. ഓക്കെ, മുന്നോട്ട് പോവാം. യെസ്, ശ്രദ്ധിക്കുക മക്കളെ, ഇതാണ് അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഏതൊക്കെ അതുപോലെ തന്നെ എവിടെ നോക്കുക, ഏതൊക്കെ റേഡിയേഷൻസ് ആണ്, ഏതൊക്കെ കിരണങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കുള്ളത് ഏറ്റവും ഇങ്ങേറ്റത് ഗാമ റേസ് കാണാൻ പറ്റുന്നില്ലേ, പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് എക്സ് റേസ് കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അൾട്രാ വയലറ്റ് റേസ് കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഇൻഫ്രാറെഡ് റേസ് കാണാൻ പറ്റുന്നുണ്ട്. അൾട്രാ വയലറ്റിൻ്റെ ഇൻഫ്രാറെഡ് ഡീൽ കണ്ടോ, ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ്. നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും ഇങ്ങേറ്റത്ത് റേഡിയോ വേവ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇതേ വേവ് ലെങ്ത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് പോകുന്തോറും നമ്മുടെ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത്ത് കൂടുകയാണ്, ഇങ്ങോട്ട് പോകുന്തോറും തരംഗ ദൈർഘ്യം കുറയാണ്. അപ്പോൾ കുറഞ്ഞോടത്തുനിന്ന് കൂടിയോടത്തേക്കാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ ആളാരാ, ഗാമാറയാണ്. നിങ്ങൾക്കവിടെ കാണാം 1 × 10⁻⁻14 ആണ് എൻ്റെ വേവ് ലെങ്ത്ത്. ഓക്കെ, അതിൻ്റെ തരംഗദൈർഘ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓർഡറിൽ ഈ ഒരു ഫിഗർ ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെക്കുക. ഏറ്റവും ഇങ്ങറ്റത്ത് ഗാമ റേസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് എക്സ് റേസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ആരുണ്ട്, നമ്മളെ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, then അതിൻ്റെ അപ്പുറത്ത് വിസിബിൾ ലൈറ്റ് നമ്മുടെ ദൃശ്യപ്രകാശം, then അതിൻ്റെ അപ്പുറത്ത് ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് റേഡിയോ വേവ്സ് ഉണ്ട്. സോ ഈ ഒരു ഫിഗർ മനസ്സിലേക്ക് കയറ്റി വെച്ചോ മക്കളെ. ഇതിന്ന് കൺഫ്യൂഷൻ ആക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ എന്താക്കി സെറ്റാക്കി, ഈ ഓർഡറിൽ ഏത് ഓർഡറിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സെറ്റാക്കി വെക്കുക. ആർക്കാണ് വേവ് ലെങ്ത്ത് കൂടുക കുറയുക എന്നുള്ളതും എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. ഇങ്ങോട്ട് പോകുന്നതോറും വേവ് ലെങ്ത്ത് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഈ അറ്റത്തുള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്ത്, ഇങ്ങേ അറ്റത്തുള്ള ആൾക്ക് ഇയാൾക്കാണ് ഏറ്റവും കുറവുള്ളത്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ആ ഓർഡർ ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെക്കുക. സെറ്റ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് ഹെഡിങ്ങുകൾ നമ്മൾ കവർ ചെയ്തു, അതൊക്കെ മനസ്സിൽ കയറ്റി വെച്ചോ, സിമ്പിളാണ്. ദെൻ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ്, പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും. നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്തുള്ളതാണ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാനൊരു കോഡ് വെച്ചിട്ട് നമ്മളിത് ക്ലാസ്സിൽ നിന്ന് പഠിച്ചിരുന്നു. ആ കോഡ് നമ്മുടെ എല്ലാമായ കോഡ് അല്ലേ. യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മളെങ്ങനെ കോഡ് പഠിച്ചിരുന്നത് ഓർമ്മയല്ലേ? യെസ്, നമുക്കറിയാം. നമ്മൾ കോഡ് പഠിച്ചിരുന്നത് നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, യെസ്. ട്രയാങ്കിൾ ആയിട്ടില്ല, ഒരു മിനിറ്റ് ട്രയാങ്കിൾ ആക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ട്രയാങ്കിളാണ്. സോ ശ്രദ്ധിക്കുക, നമ്മുടെ പഠിച്ച കോഡ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഏട്ടൻ്റെ പേരെന്താ, ഗോപാലേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങി അങ്ങോട്ട് ചത്തു. ഓക്കെ, യെസ്. അപ്പോൾ ഗോപാലേട്ടൻ്റെ രണ്ടാം ഭാര്യ യമുന. ഈ സാധനം കൊണ്ട് സകല സാധനം ഇവിടെ നമുക്ക് കിട്ടും.
ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പന്ത് കളി അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് കേൾക്കും നിങ്ങൾ, ഞാൻ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ തൽക്കാലം എൻ്റെ അനൗൺസ്മെൻറ്റിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഗോപാലേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങി അങ്ങോട്ട് ചത്തു. ഓക്കെ, ഈ കോഡ് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഗോപാലൻ ജി, അതുപോലെ തന്നെ ആർ റെഡ്, ബി എന്താ ബ്ലൂ അല്ലേ. അപ്പോൾ പ്രൈമറി കളേഴ്സാണത്, അതായത് നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങൾ ഈ അറ്റത്തുള്ള ഈ. ഓക്കെ, ഇതൊക്കെ പ്രൈമറി കളേഴ്സാണ്, ദാറ്റ് ഈസ് പച്ച, ചുവപ്പ്, നീല. ദെൻ സെക്കൻഡറി കളേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെയാണ് നമ്മൾ വൈ എഴുതേണ്ടത്, യമുനയിൽ. പിന്നെ ഇവിടെ എന്താ എഴുതേണ്ടത്? മുങ്ങി. പിന്നെ ഇവിടെ എന്താ എഴുതേണ്ടത്? ചത്തു. ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഗ്രീനും റെഡും കൂടിയാണ് യെല്ലോ ഉണ്ടാവുന്നത്. റെഡും അതുപോലെ തന്നെ ബ്ലൂവും കൂടിയാണ് മജന്ത ഉണ്ടാവുന്നത്. ബ്ലൂവും ഗ്രീനും കൂടിയിട്ടാണ് സയൻ എന്ന കളർ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ, നിങ്ങൾ സെറ്റാണല്ലോ. ഈ ഒരൊറ്റ സാധനം മതി കംപ്ലീറ്റ്. ഇവിടുന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ടേബിൾ വളരെ സിമ്പിളാണ്, നിങ്ങൾ പൂരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പൂരിപ്പിക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ മഞ്ഞ മജന്ത സൈൻ, യെല്ലോ മജന്ത സൈൻ. ഓക്കെ, ഞാൻ ഇനി പറയുന്നില്ല, ആൾറെഡി നിങ്ങൾ പഠിച്ചു. യെല്ലോൻ്റെ ആരൊക്കെയാണ്? ഗ്രീനും റെഡും. മജന്തയുടെ ആരാണ്? ബ്ലൂവും റെഡും. സൈൻ്റെ ആരൊക്കെയാണ്? ഗ്രീനും ബ്ലൂവും. അതാണ് ഈ ടേബിളിൽ എഴുതേണ്ടത്. സോ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാനിത് സ്പീഡിൽ വിടുകയാണ്, ബിക്കോസ് ഇന്ന് എക്സാമിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ ആദ്യം നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങളെ കുറിച്ചിട്ടും ദ്വിതീയ വർണ്ണങ്ങളെ കുറിച്ചിട്ടും പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ്. അപ്പോൾ ഹെഡിങ് മനസ്സിലോർത്ത് വെക്കുക. നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരും. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് മക്കളെ, വീക്ഷണ സ്ഥിരത, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും കേട്ടോ. ഇത് സാധനം വളരെ സിമ്പിൾ ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ടോപ്പിക്കാണ് ഈ വീക്ഷണ സ്ഥിരത, ദാറ്റ് ഈസ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്. യെസ് മക്കളെ, എന്താണ് വീക്ഷണ സ്ഥിരത? ഒന്നുമില്ല, സിമ്പിൾ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എത്ര നേരം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനിൽ തങ്ങി നിൽക്കും? വളരെ കുറഞ്ഞ ഒരു സമയമായിട്ടുള്ള 1/16 സെക്കൻഡ് സമയം. എത്രയാണ്? 1/16 സെക്കൻഡ് സമയം കണ്ണിൽ അങ്ങോട്ട് തങ്ങി നിന്നിട്ടേ മാഞ്ഞു പോവുള്ളൂ. ഓക്കെ, ഇതാണ് പരിപാടി. ഇത് അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്ത് ഇത് ഇപ്പം തന്നെ പഠിക്കുക, ഇപ്പം തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ വീക്ഷണ സ്ഥിതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ അടുത്ത് നമുക്കറിയാം ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം, ന്യൂട്ടൻസ് കളർ ഡിസ്ക്. അതും സിമ്പിളാണ്. നമുക്കറിയാം ഈ 7 കളേഴ്സ്. ഓക്കെ, നമ്മൾ ഡിസ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക് വളരെ പെട്ടെന്ന് അവിടെ റൊട്ടേറ്റ് ചെയ്താൽ ഇങ്ങനെ അങ്ങനെ കറക്കിയാലേ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കളറിൽ കാണാൻ പറ്റും. ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് കറക്കി വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തുകൊണ്ട് ന്യൂട്ടൺസ് കളർ ഡിസ്ക് വൈറ്റ് കളറായി എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ള മക്കളെ എന്താ? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത. മാറിപ്പോരുത്. ഇനി അതിന് 2-3 എക്സാമ്പിൾസ് എക്സ്ട്രാ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഞാൻ 2-3 കാണിച്ചിട്ടുള്ളൂ. നമ്മൾ പഠിച്ചതാണ് എന്തൊക്കെ? യെസ്, സ്പിന്നിങ് ബോൾ, ഫാൻ ബ്ലേഡ്സ്. നമ്മുടെ ബ്ലേഡ് ഉണ്ടല്ലോ, ഫാൻ സ്പീഡിൽ കറങ്ങുമ്പോൾ ആ ബ്ലേഡൊക്കെ പാടെ കൂടി ഒരൊറ്റ സർക്കിൾ പോലെ നമുക്ക് കാണാം അല്ലേ? യെസ്, ഫാനിൻ്റെ പങ്ക വൃത്താകൃതിയിൽ കാണപ്പെടുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു വൃത്തം പോലെ കാണപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്, യെസ്, ഗ്ലോയിങ് സ്റ്റിക്ക് ഇൻ എ ഡാർക്ക് റൂം യു ലൈക്ലി നോട്ടീസ് എ കണ്ടിന്യൂസ് സർക്കിൾ ഓഫ് ലൈറ്റ്. യെസ്, നമുക്കറിയാം ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചന്ദനത്തിരി അല്ലേ. യെസ്, ചന്ദനത്തിരിക്ക് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഒരു ഫുൾ സർക്കിൾ പോലെ നമുക്ക് തോന്നും. ദെൻ പിന്നെ പഠിച്ചിരുന്നു, എന്താ പഠിച്ചിരുന്നേ? ഡ്യൂറിങ് റെയിനിങ് സമയത്ത് മഴ പെയ്യുമ്പോൾ എന്താണ്? റെയിൻ ഡ്രോപ്പ് അപ്പിയേഴ്സ് ലൈക്ക് എ റോഡ്. നമ്മുടെ മഴത്തുള്ളികൾ ഒരു വടി പോലെ കാണപ്പെടുന്നു അല്ലേ, ഒരു ദണ്ട് പോലെ കാണപ്പെടുന്നു. ഇതൊക്കെ അവിടെ എഴുതി വെക്കണം, ചോദിക്കും. വീക്ഷണ സ്ഥിരതയ്ക്ക് എക്സാമ്പിളാണ് മക്കളെ. മറ്റൊരു പ്രത്യേക എക്സാമ്പിൾ ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും നമുക്ക് ടി വിയിൽ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? വീക്ഷണ സ്ഥിരത ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ പണ്ട് കാലത്ത് ഫിലിം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പണ്ട് ഇങ്ങനെ ചുറ്റിക്കുന്ന ഫിലിം ഉണ്ടല്ലോ നമ്മളെ തിയേറ്ററിലൊക്കെ ഇടണേ, പണ്ടത്തെ തിയേറ്ററിൽ. അതൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ ആ ഫോട്ടോസ് സ്പീഡിലിടുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? വീഡിയോ ആയിട്ട് തോന്നുന്നത് കേട്ടോ. സോ അതും ചോദിച്ചാൽ എഴുതി വെക്കണം. അങ്ങനെ ചോദിച്ചാൽ എഴുതി വെക്കണം. വീക്ഷണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കൊണ്ടാണ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സുതാര്യ വസ്തുക്കളുടെ നിറം, കളർ ഓഫ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, യെസ്, വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുവപ്പ്, നീല, പച്ച ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ
ഓക്കെ. ചുവപ്പ് ഫിൽറ്റർ ചുവപ്പിനെ മാത്രമേ കടത്തിയുള്ളൂ, നീല ഫിൽറ്റർ നീല മാത്രമേ കടത്തിയുള്ളൂ, പച്ച ഫിൽറ്റർ പച്ചനെ മാത്രമേ കടത്തിയുള്ളൂ. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. സോ ഞാൻ വളരെ സ്പീഡിൽ വിടുകയാണ്. ദെൻ നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ഉണ്ട്. എന്താ? ഒരു ദ്വിതീയ വർണ്ണത്തിലുള്ള ഫിൽറ്റർ, ദാറ്റ് എ ഫിൽറ്റർ ഓഫ് സെക്കൻഡറി കളേഴ്സ് ട്രാൻസ്മിറ്റ്സ് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ കളർ ആൻഡ് ഇറ്റ്സ് കോമ്പണന്റ് കളേഴ്സ്. എടാ സെക്കൻഡറി കളർ ആരാ യെസ് ഇതാണ്. ഓക്കെ. ഇതിൽ മഞ്ഞ ഫിൽറ്റർ നിങ്ങൾ എടുത്തു. യെസ്, നമുക്ക് ഈ ചിത്രം നോക്കേണ്ട ആവശ്യം തന്നെ, നമുക്ക് ഈ ട്രയാങ്കിൾ മതി അല്ലേ. മഞ്ഞ ഫിൽറ്റർ എടുത്താൽ മഞ്ഞിനെയും കടത്തിവിടും, ഗ്രീനിനെയും കടത്തിവിടും, റെഡിനെയും കടത്തിവിടും. മനസ്സിലായോ? ഇത് മനസ്സിലാക്കണം. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആകും. അപ്പോൾ അവിടെ നമ്മുടെ ബ്രെയിനിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരാളും പതറാൻ പാടില്ല കേട്ടോ. ഓക്കെ. യെസ്, സയൻ ഫിൽറ്റർ മക്കളെ, സയനെയും കടത്തിവിടും, ഗ്രീനും കടത്തിവിടും, ബ്ലൂവും കടത്തിവിടും. മജന്ത ഉണ്ടോ? മജന്തനെയും കടത്തിവിടും, റെഡിനെയും കടത്തിവിടും, ബ്ലൂവിനെയും കടത്തിവിടും. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേടാ? ഓക്കെ, സെറ്റാണ്. ഓക്കെ, നമുക്കൊന്നുമില്ല. ഈ ടോപ്പിക്ക് മൊത്തം ഈ ഒരു ഗോപാലേട്ടൻ കൊണ്ടുപോയി. ആരുണ്ടോയി? ഗോപാലേട്ടൻ കൊണ്ടുപോയി കേട്ടോ. ഗോപാലേട്ടൻ കൊണ്ട് ഈ ടോപ്പിക്ക് മൊത്തം മാർക്ക് കിട്ടും. സോ ഞാൻ സ്പീഡിൽ വിടുകയാണ്, ഇന്ന് സമയമില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അധാര്യ വസ്തുക്കളുടെ നിറം. അതും വളരെ സിമ്പിളാണ്. എല്ലാവരും മനസ്സിലാക്കുക. ഈ കാറിനെ നീല കളറായി കാണുന്നത് എന്തുകൊണ്ടാണ്? കാറിന് നീല എന്ന് പറയുന്ന കളറിനെ മാത്രം പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് കാറ് നീല കാണുന്നത്. പച്ച കണ്ടോ? ഈമക്ക് വെള്ള ലൈറ്റാണ് വരുന്നത്. ബട്ട് ഈ മാങ്ങ ഉണ്ടല്ലോ, ഗ്രീൻ കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാങ്ങ ഏത് കളറിൽ കാണുന്നു? പച്ച കളർ. അപ്പോൾ സാറേ എന്തുകൊണ്ടാണ് ബാക്കി കളർ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത വെച്ചാൽ അതങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അത് പഠിച്ചു വെക്കുക. മനസ്സിലായോ? അത് ആ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. അത് ഡീറ്റെയിലായിട്ട് പഠിക്കാൻ നിങ്ങൾക്കില്ല കേട്ടോ. ഓക്കെ, ചുവപ്പിൻ്റെ കാര്യം എല്ലാം അങ്ങനെ. ഇവിടെ ഒരു ഡൗട്ട്, ഇവിടെ നോക്കിയേ, വൈറ്റ് കളർ നോക്കിയേ. ഇതാണ് വൈറ്റ് കളർ അല്ലേ? ഒരു വെള്ള പ്ലേറ്റുമൊക്കെ വെള്ളം വൈറ്റ് ലൈറ്റ് വന്ന് വീഴുന്നു. എന്ത് സംഭവിക്കുന്നു? അത് വൈറ്റ് കളറിനെ കാണപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? വൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കളറിനെയും ആ പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഒന്നും അവിടെ സംശയം വരാനില്ല. ഞാൻ സ്പീഡിൽ പോവാണ് മക്കളെ, സ്പീഡിൽ പോവാണ്. നോക്കിയടാ ഇവിടെ നോക്കുക. റെഡ് ഫ്ലവർ, ചുവന്ന പൂവിലേക്ക് റെഡ് ലൈറ്റ് നമ്മൾ അടിച്ചാൽ ഏത് കളറിലാണ് പൂവ് കാണുക? റെഡ് തന്നെ, ഡൗട്ടൊന്നുമില്ല. അടുത്തത് ചുവന്ന പൂവിലേക്ക് നമ്മൾ പച്ച ലൈറ്റ് അടിച്ച്. യെസ്, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ചുവന്ന പൂവിലേക്ക് ഏത് ലൈറ്റ് അടിച്ചത്? പച്ച ലൈറ്റ് അടിച്ച്. ചുവന്ന പൂവിന് പച്ചേനെ പ്രതിഫലിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പൂവിനെ ഡാർക്ക് കളറിലാണ് കാണുക. മനസ്സിലായല്ലോ? ചുവന്ന പൂവിന് ചുവപ്പിനെ മാത്രമേ പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ. ചുവന്ന പൂവിക്ക് മഞ്ഞ കളർ അടിച്ചു. അവിടെ സാറല്ലേ പറഞ്ഞേ, അപ്പോൾ ചുവന്ന പൂവിന് ചുവപ്പ് മാത്രമേ ലൈറ്റ് അടിച്ചാലേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ എന്ന്. എടാ മഞ്ഞ കളർ അടിച്ചത് മഞ്ഞ വൾവുകൾ. അതന്നെ. ഓക്കെ, അപ്പം മഞ്ഞ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കടാ, മഞ്ഞിൽ ആരുണ്ട്? ചുവപ്പുണ്ട്. ഓക്കെ, മഞ്ഞിൽ ആരുണ്ട്? ചുവപ്പുണ്ട് കേട്ടോ. യെസ്, അതെ, ഒരു കോമഡി ഉണ്ടായി മക്കളെ, അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. യെസ്, ഇപ്പോൾ സമയമില്ല. ഓക്കെ, അപ്പോൾ മഞ്ഞിലാരുണ്ട്? ചുവപ്പുണ്ട്. അതുകൊണ്ടാണ് മഞ്ഞ ലൈറ്റ് അടിക്കുമ്പോൾ മഞ്ഞിൽ ആര് വരുന്നുണ്ട്? ചുവപ്പ് വരുന്നുണ്ട്. ഇതാ ചുവപ്പ് കളറിൽ. യെസ്, ഒരു കുന്തം കിട്ടിക്കണം. ഓക്കെ, യെസ്, ഇത് ചുവപ്പ് കളർ. ഇതിപ്പോൾ ചുവപ്പ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുമ്മ വന്ന് തട്ടുന്ന വെള്ള കളർ ലൈറ്റാണ്. ഈ ലൈറ്റിൽ ചുവപ്പിന് മാത്രം പ്രതിഫലിപ്പിക്കുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ചുവപ്പിൽ കാണാൻ പറ്റുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് ഞാൻ മഞ്ഞ ലൈറ്റ് അടിച്ചാലോ മക്കളെ? മഞ്ഞയാണ് വരുന്നത്, മഞ്ഞ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഇതുണ്ടോ? ഇത് നമ്മുടെ ഇവിടുത്തെ ടീഷർട്ടാണ്. ഓക്കെ, ഈ ടീഷർട്ട് ശരിക്കും മഞ്ഞയാണ്. ബട്ട് നിങ്ങൾക്ക് ഇത് ഏതാ കാണാൻ പറ്റുന്നത്? ഒരു വെറൈറ്റി കളറിൽ ഒരു മങ്ങിയ മഞ്ഞല്ലേ? യെസ്, പക്ഷേ ഇത് ശരിക്കും മഞ്ഞയാണ്. ഓക്കെ, അതെന്തുകൊണ്ടാ വെച്ചാൽ അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മഞ്ഞ ലൈറ്റ് നമുക്ക് അടിച്ചാൽ ചുവപ്പ് കളറിൽ ഇതിനെ കാണും. ബിക്കോസ് മഞ്ഞയിൽ ആരുണ്ട്? ചുവപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് സൈക്കിൾ എടുത്ത് കൂടുതൽ അപ്പോട്ടെ. യെസ്, ദെൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് പഠിച്ചു. ഗ്രീൻ ലീഫ്, ഇത് ഇനി പറയാനൊന്നുമില്ല, സിമ്പിളാണ്. യെല്ലോ ഫ്ലവർ, അത് നോക്കാം നമുക്ക് മക്കളെ. യെല്ലോ ഫ്ലവർ. മഞ്ഞപ്പൂവിനെ നമ്മൾ നോക്കുമ്പോഴേ മഞ്ഞപ്പൂവ് ചുവപ്പ് കളറിൽ കാണണം. മഞ്ഞപ്പൂവ് ഏത് കളറിൽ കാണണം? ചുവപ്പ് കളറിൽ കാണാം. മഞ്ഞപ്പൂവ് എപ്പോഴാണ് ചുവപ്പ് കളറിൽ കാണുക? യെസ്, മഞ്ഞപ്പൂവ്ക്ക് എന്തടിക്കണം? ചുവപ്പ് കളർ അടിക്കണം കേട്ടോ. ഏതടിക്കണം? ചുവപ്പ് കളർ അടിക്കണം. ചുവപ്പ് കളറ്, ചുവപ്പ്. ഓക്കെ, റെഡ് കേട്ടോ. യെസ്, അടുത്തത് മഞ്ഞപ്പൂവ് പച്ച കളറിൽ കാണുമോ? കാണും. എടോ അതിനല്ല ഈ ടേബിൾ ഇവിടെ ഗോപാലട്ടൻ, മിസ്റ്റർ ഗോപാലൻ. യെസ്, നോക്കിയടാ, മഞ്ഞിൽ ആരുണ്ട്? ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. ഓക്കെ,
അപ്പം മഞ്ഞയ്ക്ക് ഞാൻ ഗ്രീൻ ലൈറ്റ് അടിച്ചാൽ ഈ മഞ്ഞയിലുള്ള പൂവിന് എന്നുള്ള കപ്പാസിറ്റി ഉണ്ട്? മഞ്ഞനെയും പ്രതിഫലിപ്പിക്കും, പച്ചനെയും പ്രതിഫലിപ്പിക്കും, ചുവപ്പിനെയും പ്രതിഫലിപ്പിക്കും. അപ്പോൾ മഞ്ഞയ്ക്ക് പച്ച അടിച്ചാൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ? പച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചനെ മാത്രം പ്രതിഫലിപ്പിക്കണേ നമുക്ക് എന്ത് കിട്ടുന്നു? പച്ച കളറിൽ അതിനെ കാണാൻ പറ്റുന്നു. ഓക്കെ ആണോ? സോ അതിൽ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. യെസ്, ഇനി അടുത്തത് ലാസ്റ്റ്. മഞ്ഞനെ മഞ്ഞൾ കാണും. ഏത് ലൈറ്റ് അടിക്കണം? മഞ്ഞനെ അടിക്കണം കേട്ടോ. യെല്ലോ ലൈറ്റ് അടിച്ചാൽ നമുക്ക് എന്ത് കാണും? യെല്ലോ കളറിൽ കാണും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ആ ടോപ്പിക്ക് എന്ത് ചെയ്തിരുന്നു? നമ്മൾ കവർ ചെയ്തു. വളരെ സിമ്പിളാണ്. ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കുക കേട്ടോ. മക്കളെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, പ്രകാശത്തിൻ്റെ വിസരണം. ദാറ്റ് ഈസ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. എന്താണ് സ്കാറ്ററിങ്? മക്കളെ എന്താ സ്കാറ്ററിങ്? നോക്കാം. സിമ്പിളാ. നോക്കടാ, വളരെ സിമ്പിളാ. നോക്കുക. യെസ്, സൺലൈറ്റ് വരുന്നു, ഇതേ കൂടെ വരുന്നേ വാക്കത്ത് കൂടിയാണ്. ദാറ്റ് ഈസ് അവിടെ ഒന്നുമില്ല, ശൂന്യത. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമില്ല. വന്നിട്ട് എങ്ങോട്ട് വരുന്നു? ഭൂമിയിലുള്ള നമ്മുടെ എയറിലേക്ക് കിടക്കുന്നു. എയറിൽ എന്തുണ്ട്? പൊടിയുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിലൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യും? ഈ സൺലൈറ്റ് ഇങ്ങനെ ചിന്നിച്ചിതറൂല്ലേ? ചെതറും. ആ ചെതറിയ ഫോട്ടോ ആണ് അവിടെ കണ്ടത്. ഇതൊരു റെഗുലർ ചെതറിലാണ്, ഒരേപോലെയാണോ ചെതറണേ? അല്ല, ക്രമമൊന്നുമില്ല. അങ്ങനെ ചിന്നിത്തീർന്ന പരിപാടിയാണിത്. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. മാധ്യമങ്ങളിലെ കണങ്ങിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. സ്കാറ്ററിംഗ് ഈസ് ദി ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. ഇപ്പം തന്നെ പോസ് ചെയ്ത് ഇപ്പം തന്നെ പഠിക്കുക. ദാറ്റ്സ് ഓൾ. ദെൻ യെസ്, നല്ല അടിപൊളി ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ? എന്താ എക്സ്പെരിമെൻറ്റ്? വളരെ സിമ്പിളാണ്. ഇതൊക്കെ പഠിക്കണ്ടേ സാർ? വേണ്ട, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിടാ. എന്താണ് സ്കാറ്ററിംഗ് എന്ന് പഠിച്ചോ കേട്ടോ. കഴിഞ്ഞ സ്ലൈഡ് നേരെ പഠിച്ചോ, ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ബട്ട് ഇത് സിമ്പിളാണ്. നോക്കാം. ഇങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, നമ്മൾ എന്ത് ചെയ്തേ? നമ്മൾ ചെയ്തത് ഒരു പാത്രത്തിൽ അങ്ങോട്ട് വെള്ളം എടുത്തു. എന്നിട്ട് നമ്മുടെ സൺലൈറ്റ് മീൻസ് നമ്മുടെ 7 കളറുള്ള ലൈറ്റാണ് ഈ അടിക്കണത്. വൈറ്റ് ലൈറ്റാണ് കേട്ടോ, വെള്ള കളർ ലൈറ്റ്. അതാ അകിൽ കൂടെ അടിച്ച അപ്പുറത്ത് റെഡ് കളറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ വെള്ളത്തിൽ നമ്മൾ എന്തിടുണ്ട്? ഈ വെള്ളത്തിലേക്ക് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മൾ ഇട്ട് കലക്കുന്നുണ്ട്. ഓക്കെ, സോഡിയം തയോസൾഫേറ്റ് ഇത് കലക്കിയപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഈ വെള്ള ലൈറ്റ് തന്നെയായിരുന്നു അപ്പം അങ്ങോട്ട് എത്തിയുന്നത്. എപ്പോഴാണ് ഇത് ചോപ്പായത്? എപ്പോഴാണ് കളർ മാറിയത്? മക്കളാക്കി 2 തുള്ളി HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങനെ ഒറ്റിച്ചു കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഉള്ളിൽ ഈ സോഡിയം ക്ലോറൈഡും സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും അങ്ങോട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് രാസപ്രവർത്തനം നടന്നിട്ട് സോഡിയത്തിൻ്റെ അവശിഷ്ടം പ്രസിപ്പിറ്റേറ്റ് രൂപപ്പെട്ടു എന്നാണ് പറയണത് അല്ലേ? അതായത് നമ്മൾ പഠിച്ചു സോഡിയത്തിൻ്റെ കട്ട എന്ത് ചെയ്തു? അവിടെ രൂപപ്പെട്ടു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കളേഴ്സ് ആരൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ചെറിയ കട്ടകൾ ഉണ്ടായാൽ അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റിന് വളരെ കുഞ്ഞ കട്ട മതി. കുഞ്ഞ കട്ട കിട്ടിയാൽ തന്നെ വയലറ്റ് എന്ത് സംഭവിക്കും? ഇടിച്ചിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ദാറ്റ് ഈസ് തരംഗദൈർഘ്യം കുറഞ്ഞ ആൾക്കാർക്ക് എന്ത് മതി? ചെറിയ കട്ടകൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് പെട്ടെന്ന് വ്യതിയാനം, ദാറ്റ് ഈസ് വിസരണം നടക്കും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് മക്കളെ, ഈ വയലറ്റും ഇൻഡിഗോക്കും ബ്ലൂക്കൊക്കെ പെട്ടെന്ന് വിസരണം സംഭവിച്ചു. അവന്മാരെന്ത് ചെയ്തു? വെള്ളത്തിൽ തന്നെ കട്ടകളിൽ തട്ടിയിട്ട് ചിന്നിച്ചിതറിപ്പോയി. അതുകൊണ്ട് ഈ വെള്ളത്തിലെ കളർ എന്ത് കളറാടാ? അത് കണ്ടോ? ഒരു ആകാശനീല, ആകാശനീല കളറിൽ നിങ്ങൾക്ക് അവിടെ കാണാം. സ്കൈ ബ്ലൂ കളറിൽ അല്ലേ? ഇതൊക്കെ പട കൂടിയ കളറാണത് കേട്ടോ. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? കട്ടകൾ വളരാൻ തുടങ്ങി. കട്ടകൾ വളർന്നു. കുട്ടികളല്ല കേട്ടോ, കട്ടകളാണ്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, പഠിച്ച കാര്യമാണ്. ഞാൻ കട്ടാന്നൊക്കെ ഒരു കോമഡിയൊക്കെ പറയാണ്. പ്രസിപ്പിറ്റേറ്റാണ് ഉണ്ടാവുന്നത് കേട്ടോ. യെസ്, അപ്പോൾ കട്ടകൾ വളർന്നു ഓരോ കട്ടകൾ വളർന്നപ്പോഴും ഓരോ കളറിനും എന്ത് സംഭവിച്ചു? അവിടെ വ്യതിയാനം സംഭവിച്ചു. ഓക്കെ, അങ്ങനെ അവസാനം ഈ കട്ട ഉണ്ടല്ലോ, ഇത്ര വലിപ്പമുള്ള കട്ടെത്തുമ്പോൾ എന്ത് ചെയ്യും? ചുവപ്പിന് വ്യതിയാനം സംഭവിക്കുന്നതിന് മുന്നുള്ള ചിത്രം കണ്ടോ? ചുവപ്പിന് മാത്രം പുറത്തേക്ക് വരണേക്കുണ്ട്. ഇനി വലിയ കട്ടയായി ഈ കട്ട അവിടെ വന്നാൽ ചുവപ്പിനും എന്ത് സംഭവിക്കും? അവിടെ വിസരണം നടന്നിട്ട് ചുവപ്പും ഇവിടെ തന്നെ തങ്ങും, പുറത്തു പോകാൻ കഴിയാതെ കേട്ടോ. അതാണ് ലാസ്റ്റ് നടക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണങ്ങളുടെ വലിപ്പവും വിസരണത്തിന് നിരക്കും. ദാറ്റ് ഈസ് ദി സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് റേറ്റ് ഓഫ് ഡിസ്പേർഷൻ അല്ല, റേറ്റ് ഓഫ് സ്കാറ്ററിങ് ഈസ് എന്താണ്? കണക്റ്റഡ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? എന്താ?
സൈസ് ഇൻക്രീസ് ചെയ്യും തോറും റേറ്റ് എന്ത് ചെയ്യുന്നു കൂടുന്നു. കണങ്ങളുടെ വലിപ്പം കൂടുന്തോറും വിസരണത്തിൻ്റെ തോത് എന്ത് ചെയ്യുന്നു കൂടുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് മക്കളെ. അപ്പോൾ അതെന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. സോ നമ്മുടെ സ്കാറ്ററിങ്ങും നമ്മൾ എന്ത് ചെയ്തു അവിടെ പഠിച്ചു കഴിഞ്ഞു. സോ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ആ പോയിന്റ് ഉണ്ട്, ഞാൻ അതിന് സ്ലൈഡ് ഇട്ടിട്ടില്ല. ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ അതിന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, യെസ്. ആ പേജ് നമ്പർ 61 2 പാരഗ്രാഫ് ഉണ്ട്. ആ 2 പാരഗ്രാഫ് ഇപ്പം തന്നെ ഇരുന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ടിൻഡൽ എഫക്റ്റ്. ആരെഫക്റ്റ്? അയ്യോ എന്ത് സംഭവിച്ചേ? ടിൻഡൽ എഫക്റ്റ്. അയ്യോ ടിൻഡൽ എഫക്റ്റ്. ആകെ ലൈറ്റ് അല്ലേ. ഓക്കെ, എന്താ മക്കളെ ഇവിടെ നടക്കുന്നത്? നമ്മുടെ സൺലൈറ്റ് അല്ലേ, നല്ല 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 റബ്ബർ തോട്ടം അല്ലെങ്കിൽ നല്ല ഫോറസ്റ്റ് അല്ലെങ്കിൽ നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഈ കാണുന്ന മാതിരി, എൻ്റെ പുറകിൽ കാണുന്ന മാതിരി സൺലൈറ്റ് ഇങ്ങനെ വരച്ച് വെച്ച മാതിരി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞതാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം, നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ നമ്മളിത് കാണുള്ളൂ. മഞ്ഞുള്ള സമയം എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, വെള്ളത്തുള്ളിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയം കേട്ടോ. അങ്ങനെ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? സൂര്യപ്രകാശം നല്ലോണം വിസരണം നടക്കുകയാണ്. കാരണം മനസ്സിലായി, പാർട്ടിക്കിൾസ് ഒരുപാട് കണങ്ങളുണ്ട്. ആ കണങ്ങളിലൊക്കെ തട്ടിയിട്ട് വിസരണം നടക്കുകയാണ് മക്കളെ. അങ്ങനെ നടന്ന് പാവം വിസരണം നടന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ കാണുന്ന പരിപാടി അവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, സൂര്യൻ ഇങ്ങനെ തുളച്ച് വരുന്ന വഴി അങ്ങനെ വരച്ചു കണ്ടോ. ഓക്കെ, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത് എന്താണെന്ന് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചതാണ്. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ ഈ കൊളോയിഡൽ ദ്രവം സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് പേടിക്കണ്ട. എന്ത് പഠിച്ചാൽ മതി? നല്ലോണം വെള്ളത്തുള്ളിലെ മഞ്ഞുള്ള നമ്മുടെ അന്തരീക്ഷത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? കൊളോയിഡൽ ദ്രവം സസ്പെൻഷൻ. ഇത് നിങ്ങൾ കെമിസ്ട്രി പഠിക്കും കേട്ടോ, ഫിസിക്സിൽ അത് ആവശ്യമില്ല കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതിനാൽ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന ഈ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. When light rays pass through a colloidal liquid or suspension, they get scattered, causing tiny particles to become illuminated, making the path of light visible. This phenomenon is Tyndall effect. Set അല്ലേ? ഇപ്പം തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, സെറ്റാണല്ലോ. സോ നെക്സ്റ്റ് ടോപ്പിക്ക് ആകാശ നീലിമ, ദാറ്റ് ഈസ് ബ്ലൂ കളർ ഓഫ് സ്കൈ. സിമ്പിളാണ്, ഒന്നുമില്ല. നമുക്കറിയാം സൺലൈറ്റ് ഇങ്ങനെ വരുമ്പോഴേ ഏറ്റവും കൂടുതൽ വയലറ്റിനും ഇൻഡിഗോക്കും ബ്ലൂക്കും എന്ത് സംഭവിക്കും? വിസരണം, ദാറ്റ് ഈസ് സ്കാറ്ററിങ് നടക്കും. അപ്പോൾ അവന്മാരെന്ത് ചെയ്യും? ആകാശത്ത് അങ്ങനെ സ്കാറ്റർ ചെയ്ത് വിസരണം നടന്ന് അങ്ങനെ തട്ടി തിരിഞ്ഞു പോവും. മനസ്സിലായോ? യെസ്, അതാണ് മക്കളെ ഇവിടെ എഴുതിയിട്ടുള്ളത്. എവിടേക്കാണ് ഞാൻ പോട്ടു? അപ്പുറത്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യാം? ഇംഗ്ലീഷ് മീഡിയത്തിന് ഞാൻ എഴുതിയിട്ടുള്ളൂ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. വെൻ സൺലൈറ്റ് ട്രാവൽസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ ടു റീച്ച് എർത്ത്, സൂര്യപ്രകാശം ഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ സം ഓഫ് ഇറ്റ്സ് കോമ്പണൻസ് അണ്ടർഗോ സ്കാറ്ററിംഗ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദി എയർ കൂടെ പോകുമ്പോൾ ചില ആദ്യത്തെ ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? വിസരണം നടക്കും. Scattering occurs most for colors with shorter wavelengths such as violet, indigo and blue. ആർക്കാ സ്കാറ്ററിങ് നടക്കുക? വിസരണം നടക്കുക. വയലറ്റിനും ഇൻഡിഗോക്കും ബ്ലൂവും കേട്ടോ. മലയാളികൾ ശ്രദ്ധിക്കുക, മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുക. വയലറ്റിനും ഇൻഡിഗോക്കും ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുക. ദിസ് സ്കാറ്റേർഡ് ലൈറ്റ് സ്പ്രെഡ്സ് ഇൻ ദി സ്കൈ. ആ ലൈറ്റ് എന്ത് ചെയ്യും? ആ സ്കാറ്ററിങ് നടന്ന വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും കൂടെ കൂടിയും എന്ത് ചെയ്യും? നമ്മുടെ സ്കൈയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. ദിസ് റിസൾട്ടൻറ്റ് സ്കാറ്റേർഡ് ലൈറ്റ് ദാറ്റ് റീച്ചസ് ദി ഒബ്സർവേഴ്സ് ഐ ഗീവ്സ് ദി എഫക്റ്റ് ഓഫ് ദി ബ്ലൂ കളർ. ഇതുകൊണ്ടാണ് മക്കളെ നമ്മുടെ ആകാശം നീല കളറായിട്ട് കാണുന്നത് കേട്ടോ. അല്ലാതെ ഭൂമിയിൽ വെള്ളം ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ. കുറേ പണ്ട് എൻ്റെ ധാരണ പറഞ്ഞില്ലേ, മറ്റേ കടലിൽ വെള്ളം ഉണ്ടായതുകൊണ്ടാണ് ആകാശം നീല കളർ എന്നുള്ളൊരു ചെറുപ്പത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സെറ്റായല്ലോ. പോസ് ഇത് ഇപ്പം തന്നെ പഠിക്കുക, മാറ്റി വെക്കണം, ഇപ്പം തന്നെ പഠിക്കുക. പോസ് ചെയ്ത് പഠിക്കുക, പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് മക്കൾ. അടുത്ത ടോപ്പിക്ക് നോക്കുക. ഉദയാസ്തമയ സൂര്യൻ്റെ നിറം, കളേഴ്സ് ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിങ് സൺ. ഒരു പണിയില്ല മക്കളെ. ഈ ചെങ്ങായി, അതായത് സൂര്യൻ, ഈ സൂര്യൻ ഉച്ചക്ക് നമ്മുടെ അടുത്താ പോയോ പെണ്ണി പോയോ? ഉച്ചക്ക് നോക്കിയേ നമ്മളടുത്ത പെൻ ഓഫ് ആയി മക്കളെ. കുറേ നേരം ഈ ക്ലാസ് എടുക്കണോ, ചാർജ് ചെയ്യണം. ഓക്കെ, പെന്നൊന്ന് യെസ്. ഓക്കെ, അപ്പോൾ ഉച്ചക്ക് നമ്മളടുത്ത, അതുകൊണ്ട് സൂര്യൻ വരുന്ന എല്ലാ കളറും നമ്മളെ കണ്ണിക്ക് വളരെ പെട്ടെന്ന് എത്തും. പിന്നെ രാവിലെയും വൈകുന്നേരം ആൾറെഡി നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഓരോ വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ ദൂരെ നിന്നാണ് എന്ത് വരുന്നത്? സൺലൈറ്റ് വരുന്നത്. സോ ദൂരം വരുന്ന സൺലൈറ്റിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാ കളേഴ്സിനൊക്കെ അങ്ങനെ നമ്മുടെ വേവ് ലെങ്ത് തരംഗതരം കുറഞ്ഞ കളേഴ്സിനൊക്കെ എന്ത് സംഭവിക്കും? അവിടെ തട്ടി ചിതറും. ദാറ്റ് ഈസ് സ്കാറ്ററിങ് നടക്കും, വിസരണം നടക്കും. എന്നിട്ട് ബാക്കി നല്ല തരംഗദൈർഘ്യമുള്ള റെഡും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ വിബ്ജിയോർ
വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച് അല്ലേ, ഓറഞ്ചും റെഡും ഉള്ളൂ നമ്മൾ കണ്ണിക്കത്ത്. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ സൂര്യനെ നോക്കുമ്പോൾ എന്ത് കളറിൽ കാണുന്നത്, ഒരു ഓറഞ്ച് കളറിൽ കാണാം അല്ലെങ്കിൽ റെഡിലൊക്കെ കാണാം കേട്ടോ. ഓക്കെ, ഡൗട്ടില്ലല്ലോ, സിമ്പിൾ അല്ലേ? അതാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. സോറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്ക് ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കണ്ണും കാഴ്ചയും. ഓക്കെ, കണ്ണും കാഴ്ചയും ഇതിലൊന്നുമില്ല, ഡൗട്ടൊന്നുമില്ല. നമുക്ക് കണ്ണിലൊരു കാഴ്ച കിട്ടുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ റെറ്റിന അല്ലേ, റെറ്റിനയിൽ നമ്മുടെ പ്രകാശകിരണങ്ങൾ ഒരു വസ്തുവിൽ തട്ടി. ഓക്കെ, ഇവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നു, ആ വസ്തുവിൽ തട്ടിയിട്ട് പ്രകാശകിരണങ്ങൾ നമ്മുടെ പ്യൂപ്പിളിലൂടെ സഞ്ചരിച്ച് ഇതാ ഇവിടെ ലെൻസ് ഉണ്ട് അല്ലേ, നമ്മുടെ കണ്ണിൽ എന്തുണ്ട്, ലെൻസ് ഉണ്ട്. ഓക്കെ, ആ ലെൻസിലൂടെ വന്നിട്ട് കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കുന്നു. ഓക്കെ, അങ്ങനെ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കൃത്യമായിട്ട് നമുക്ക് ആ വസ്തുവിനെ കാണുന്നത്. ഏത് ലെൻസാണ് കണ്ണിലുള്ളത്, ബൈ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് കേട്ടോ, മറക്കരുത്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ശ്രദ്ധിക്കുക, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ഒരു പോയിൻ്റാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത. നമ്മൾ പഠിച്ചതാണ്. വസ്തുവിൻ്റെ സ്ഥാനം എവിടെ ഇരുന്നാലും അയാൾ കൃത്യമായിട്ട് കാണാൻ അല്ലേ, കാണാനുള്ള നമ്മളെ കണ്ണിൻ്റെ കഴിവാണ് എന്ത്, സമഞ്ജനക്ഷമത. നമ്മുടെ പവർ ഓഫ് അക്കോമഡേഷൻ നമ്മൾ പഠിച്ചതാണ്. ആരാണ് ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, സിലിയറി മസിൽസ് അല്ലേ. സിലിയറി മസിൽസ് കണ്ണിനെ എന്ത് ചെയ്യും, ഞെക്കുന്നു വലിക്കുന്നു, ഞെക്കുന്നു വലിക്കുന്നു. ഓക്കെ, അവിടെ ഒരു കോൺട്രാക്ഷനും ഒരു എക്സ്പാൻഷനും സിലിയറി മസിൽസ് നമ്മുടെ ലെൻസിന് കൊടുക്കുന്നതാണ് പറ്റുന്നത്. അടുത്തുള്ള കാഴ്ച കാണുമ്പോൾ നമ്മൾ കണ്ണിനെ ലെൻസിനെ പിടിച്ചിങ്ങോട്ട് ഞെക്കും, പഠിച്ചല്ലേ. അകലെയുള്ള കാഴ്ച കാണുമ്പോൾ വലിക്കും കേട്ടോ. അതാണ് വസ്തുക്കൾ സ്ഥാനം എവിടെ ആയിരുന്നാലും പ്രതിബിംബ റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത. ദി അബിലിറ്റി ഓഫ് ദി ഐ ടു ചേഞ്ച് ദി കർവേച്ചർ ഓഫ് ദി ലെൻസ് ആൻഡ് അഡ്ജസ്റ്റ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദാറ്റ് ദി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൾവേസ് ഫോളോ ഓൺ ദി റെറ്റിന റിഗാർഡ്ലെസ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് പവർ ഓഫ് കൺവേഷൻ. ഇത് പഠിക്കുക. ഓക്കെ, സെറ്റ്, പോസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നിയർ പോയിന്റ്, എന്താണ് ഫാർ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന വ്യക്തമായിട്ടൊരു കാഴ്ച കാണാൻ പറ്റുന്ന പോയിന്റിനെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള കണ്ണിന് നിയർ പോയിന്റ് എത്ര 25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഏറ്റവും അകലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന പോയിന്റ് നമ്മൾ ഫാർ പോയിന്റ് എന്ന് പറയാം. അത് എത്രയാണ്, മനുഷ്യൻ്റെ ആരംഭമുള്ള കണ്ണിൻ്റെ ഇൻഫിനിറ്റിയാണ് അല്ലേ, അനന്തതയിൽ വരെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ അവിടെ പോസ് ചെയ്ത് പഠിക്കുക. ദെൻ ലാസ്റ്റ് 2 അസുഖങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. 2 അസുഖങ്ങൾ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും കേട്ടോ. ഓക്കെ, വളരെ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന 2 അസുഖങ്ങളാണ്. നോക്കാം. ഒന്നാമത്തെ അസുഖം ഏതാ മക്കളെ, ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ്. ആ പേര് തന്നെ ഉണ്ട്, എന്താ പേര് തന്നെ എന്താ, അതെ, അടുത്തുള്ള കാഴ്ച കൃത്യമായിട്ട് കാണാൻ പറ്റും, അകലെയുള്ള കാഴ്ച വ്യക്തത കുറവ് വരും കേട്ടോ. ഇതാണ് ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടോ, ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടോ, ഈ റെറ്റിനയുടെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ അടുത്തുനിന്നുള്ള ലൈറ്റിന് പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ, ഒന്നെങ്കിൽ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഇത്ര ആൾക്കാർക്കുള്ള നേത്രഗോളം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഇവരുടെ ഈ ഐബോൾ ഉണ്ടല്ലോ, അതിൻ്റെ സൈസ് കൂടുതലായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇവരുടെ പവർ എന്താ, പവർ കൂടുതൽ കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ, കണ്ണിൻ്റെ പവർ എന്താ 1/f ആണ് അല്ലേ, ലെൻസിൽ പഠിച്ചിട്ടുണ്ട് 1/f ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഒന്നെങ്കിൽ 2 പോയിന്റ് പഠിച്ചേക്കുക, ഒന്നെങ്കിൽ പവർ കൂടുതൽ അല്ലെങ്കിൽ നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുതൽ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കാരണങ്ങൾ 2 കൂടുതലാണ്, അങ്ങനെ പഠിച്ചേക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇത് പരിഹരിക്കാൻ പറ്റുമോ, പറ്റും. അനുയോജ്യമായ പവറുള്ള ഈ സാധനം ഇതേതാ, കോൺകേവ് ലെൻസ് പഠിച്ചേക്കുക. കോൺകേവ് ലെൻസ് ഇത്ര ഇതിന് കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, ലെൻസ് ഉപയോഗിച്ച് നമുക്കിത് പരിഹരിക്കാൻ പറ്റും. നേരെ ഓപ്പോസിറ്റാണ് ആര്, ദീർഘദൃഷ്ടി. ഓക്കെ, ദീർഘദൃഷ്ടി എന്താ, യെസ്, മറ്റിന് നേരെ ഓപ്പോസിറ്റ്. പേര് പോലെ തന്നെ അകലെയുള്ള കാഴ്ച ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, ബട്ട് അടുത്തുള്ള കാഴ്ച എന്താ പറ്റില്ല, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. അകലെ നിന്നുള്ള പ്രകാശരശ്മികൾ വരുമ്പോഴേ കണ്ടോ കൃത്യമായിട്ട് എവിടെ രൂപം കൊള്ളുന്നുണ്ട്, റെറ്റിനയിൽ രൂപം കൊള്ളുന്നുണ്ട്. ബട്ട് അടുത്തുനിന്നുള്ള കണ്ടോ, അടുത്തുനിന്ന് എങ്ങോട്ടാ, റെറ്റിനയുടെ പുറകിലാണ് പോയിങ്ങാണ്ട് അത് കൂട്ടിമുട്ടണത്, അതാണ് പ്രശ്നം കേട്ടോ. ഓക്കെ, എന്താ അവർക്കുള്ള കാരണം എന്താ, ദീർഘദൃഷ്ടിയാണെങ്കിൽ കാരണങ്ങളാണ് ചെറുത്. ഒന്നെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഇവരുടെ നേത്രഗോളം ചെറുതായിരിക്കും, അല്ലെങ്കിലോ ഇയാളുടെ പവർ കുറവ്, പവർ എന്താണ്, കുറവ്. ഈ 2 കാരണങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. പരിഹരിക്കാൻ പറ്റുമോ, പറ്റും സർ. ഏത് ലെൻസാ, അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്കിത് പരിഹരിക്കാം. നെക്സ്റ്റ് എടുത്ത് വെള്ളയത്ത് എന്താ, യെസ്, പ്രായമാകും തോറും നമ്മുടെ എന്ത് കുറഞ്ഞു വരും, യെസ്, പ്രായമാകുമ്പോൾ സംഭവം എന്താ അറിയോ, നമ്മൾ പറഞ്ഞില്ലേ, ഈ ലെൻസിനെ പിടിച്ച് സിലിയറി മസിൽസിനെ ഞെക്കണം. അങ്ങനെ ഞെക്കാനുള്ള കപ്പാസിറ്റി കുറേ കാലം കഴിഞ്ഞാൽ സിലിയറി മസിൽസിന് കുറയും. അങ്ങനെ കറക്റ്റ് ഞെക്കുമ്പോഴേ കറക്റ്റ് 25 സെൻറ്റിമീറ്റർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഞെക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ട് ഈ നിയർ പോയിന്റ് കുറച്ച് കൂടുതലാകാരം. ഓക്കെ,
അപ്പോൾ അങ്ങനെ കൂടുന്ന പ്രതിഭാസമാണ് എന്ത്, കൂടുന്ന അസുഖമാണ്, കൂടുന്ന കണ്ണിൻ്റെ പ്രശ്നമാണ് വെള്ളയത്ത്, പ്രസ്ബയോപ്പിയ എന്നാണ് പറയുക കേട്ടോ. സോ ഫോർ ഓൾഡർലി പീപ്പിൾ, അതായത് പ്രായമുള്ള ആൾക്കാരിൽ ഡിസ്റ്റൻസ് ഓഫ് ദി നിയർ പോയിന്റ് മേ ബി മോർ ദാൻ 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവും, നിയർ പോയിന്റ് ഉണ്ടാവും. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി എഫിഷ്യൻസി ഓഫ് ദി സിലറി മസിൽ ഡിക്രീസസ്. എന്തുകൊണ്ടാണ്? സിലറി മസിൽസിൻ്റെ എഫിഷ്യൻസി കുറയുന്നതുകൊണ്ടാണ്. സച്ച് പീപ്പിൾസ് ഹാവ് ലെസ് പവർ ഓഫ് അക്കോമഡേഷൻ, ഇവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ കുറവാണ്. ദിസ് ഈസ് പ്രസ്ബയോപ്പിയ. സെറ്റാണല്ലോ. ലാസ്റ്റ് പ്രകാശമലിനീകരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വളരെ സിമ്പിളായിട്ട് എന്താണ് പ്രകാശമലിനീകരണം, അമിതമായ അമൃതം വിഷം എന്ന് പറയുമ്പോൾ അമിതമായിട്ട് പ്രകാശം അടിച്ചാൽ ചില സ്ഥലങ്ങളിൽ പ്രശ്നം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് മാത്രം നോക്കി വെക്കുക. കോസസ് ഡിഫിക്കൽറ്റി ഡ്യൂറിങ് നൈറ്റ് ഡ്രൈവ്, രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മേക്സ് അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ ഡിഫിക്കൽറ്റി ബൈ ഒബ്സ്ട്രക്റ്റിംഗ് ദിസ് നൈറ്റ് സ്കൈ. ഓക്കെ, നമ്മുടെ വാനനിരീക്ഷണം എന്ത് ചെയ്യുന്നു, ബുദ്ധിമുട്ടാക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാണ്. ലൈറ്റ് ഫ്രം മൾട്ടി സ്റ്റോർഡ് ഫ്ലാറ്റ്സ് മിസ്ലീഡ്സ് മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, അതായത് വലിയ ഫ്ലാറ്റിൽ നിന്നുള്ള ലൈറ്റുകൾ നമ്മുടെ മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സിൻ്റെ ഗൂഗിൾ മാപ്പ് തെറ്റിക്കും, ഗൂഗിൾ മാപ്പ് തെറ്റിക്കുന്ന വഴി തെറ്റിക്കും കേട്ടോ. അപ്പോൾ ഇത് മൂന്നൊന്ന് പഠിച്ചേക്കുക, ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി തേർഡ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. സോ ഈ ഒരു 40 മിനിറ്റിൻ്റെ വീഡിയോ എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് കണ്ടിട്ട് കൂടെ പാഠം അങ്ങോട്ട് പഠിച്ച് ഒന്നുകൂടെ തീർക്കുക. തിയറി ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിവിഷൻ ഞാൻ ചെയ്തത്. ഓക്കെ, സെറ്റാണല്ലോ. സോ അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.